നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയുടെ കരട് പദ്ധതി ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലും കല്ലുകെട്ടി. കരട് പദ്ധതി തന്നെ അറിയിച്ചില്ലെന്ന് കോൺഗ്രസുകാരനായ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ചോദ്യം ചെയ്തതോടെ യോഗം പിരിച്ചുവിട്ട് ചെയർമാൻ ഇറങ്ങിപ്പോയി. ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് CPM-ഉം BJP. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ജനപിന്തുണ കിട്ടൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പറഞ്ഞ വാക്ക് പാലിച്ചതാണ് ഇടതുപക്ഷത്തിന്റെ ശീലമെന്നും ബിനോയ് വിശ്വം. ഒറ്റപ്പാലത്ത് ജൽജീവൻ പദ്ധതിയിൽ ഉപയോഗിക്കാത്ത കണക്ഷനുകൾക്കും അധിക വെള്ളക്കരം വന്ന സംഭവം. മലബാർ ന്യൂസ് വാർത്തയെ തുടർന്ന് ജല അതോറിറ്റിയുടെ ഇടപെടൽ. ഉപഭോക്താക്കളോട് ജല അതോറിറ്റിയെ സമീപിക്കാൻ നിർദ്ദേശം. തട്ടകങ്ങൾക്ക് നിറച്ചാർത്തായി ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. 25 ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പ് കാഴ്ച വിരുന്നായി. മുംബൈയിൽ നടന്ന ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനവുമായി കേരളത്തിന്റെ മിന്നും പ്രകടനം. 23 സ്വർണമടക്കം 41 മെഡലുകൾ വാരിക്കൂട്ടി കേരള താരങ്ങൾ. തുണയായത് മലപ്പുറത്തെയും പാലക്കാട്ടെയും വിദ്യാർത്ഥികളുടെ പ്രകടനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ കരട് പദ്ധതി ചർച്ച ചെയ്യാൻ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗം തുടങ്ങിയ ഉടൻ പിരിച്ചുവിട്ട് നഗരസഭാ അധ്യക്ഷൻ ഇറങ്ങിപ്പോയി. കരട് പദ്ധതി കോൺഗ്രസുകാരനായ വികസന സ്ഥിരം സമിതി അധ്യക്ഷനെ അറിയിക്കാതെയും സമിതിയിൽ ചർച്ച ചെയ്യാതെയും കൗൺസിലിന്റെ അംഗീകാരത്തിന് വെച്ചത് ചോദ്യം ചെയ്തതാണ് നഗരസഭാ അധ്യക്ഷനെ ചൊടിപ്പിച്ചത്. ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് CPM-ഉം BJP-യും പറഞ്ഞു. 2024-25 വർഷത്തേക്കുള്ള വാർഷിക പദ്ധതിയുടെ കരട് രേഖ അംഗീകരിക്കൽ മുഖ്യ അജണ്ടയായാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചത്. കരട് പദ്ധതി വികസന സ്ഥിരസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാത്തതിനെ യോഗം തുടങ്ങിയ ഉടനെ കോൺഗ്രസ് നേതാവും വികസന സ്ഥിരം സമിതി അധ്യക്ഷനുമായ K. ബാലകൃഷ്ണൻ ചോദ്യം ചെയ്തു. വികസന സ്ഥിരം സമിതിക്കും ചെയർമാനും എന്തെങ്കിലും അധികാരമുണ്ടോ എന്ന് അറിയാൻ താൽപ്പര്യമുണ്ടെന്നും അതറിഞ്ഞ ശേഷം അത് യോഗമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ, ഇത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. കാരണം അത് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഞാൻ ജാസ്തി ഒന്നും പറയുന്നില്ല, കൂടുതലൊന്നും പറയാനില്ല. അതിൻ്റെ മറുപടി കിട്ടിയാൽ കാര്യങ്ങൾ. വികസന സമിതിയിൽ ചർച്ച ചെയ്യേണ്ടതാണെന്നും DPC അംഗീകാരത്തിനായി അയക്കാൻ വൈകുമെന്നതിനാലാണ് വികസന സമിതിയിൽ ചർച്ച ചെയ്യാതിരുന്നതെന്നും എതിർപ്പ് വന്ന സാഹചര്യത്തിൽ കൗൺസിൽ യോഗം പിരിച്ചുവിടുകയാണെന്നും പറഞ്ഞ് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പദ്ധതി അംഗീകാരം വാങ്ങി DPC അപ്രൂവൽ വാങ്ങാൻ കൂടുതൽ ടൈമില്ല. ഒന്നാമത്തെ കാര്യം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതിന് മുമ്പ് DPC അപ്രൂവൽ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ വർഷത്തെ 24-25 പദ്ധതി വീണ്ടും 2 മാസം കൂടി ഇലക്ഷൻ കഴിയോളം നീണ്ടു പോകും. അത് കാരണം കൊണ്ടാണ് കൗൺസിലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൗൺസിലിന് അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെച്ച് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്നതിന് ശേഷം മതി എന്നുണ്ടെങ്കിൽ എനിക്കതിൽ നിർബന്ധമായിട്ട് നടത്തണമെന്നില്ല, ഇതില്ല. നമുക്ക് ഒരു കാര്യം ഈ കൗൺസിലോടെ അവസാനിപ്പിക്കാം. അടുത്ത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെച്ച് പദ്ധതി കരട് പാസ്സാക്കിയതിന് ശേഷം കൗൺസിൽ ചേരാം. ഒരിടത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത നടപടികളാണ് മണ്ണാർക്കാട് നഗരസഭയിൽ നടക്കുന്നതെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. നിയമാനുസൃതം നടത്തേണ്ട നടപടി ചെയ്യാത്തത് ജനാധിപത്യപരമായി ചോദ്യം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യോഗം പിരിച്ചുവിട്ടത്. ജനാധിപത്യം അട്ടിമറിക്കപ്പെടും, ജനങ്ങളെ പറ്റിക്കുകയാണ്. സാധാരണക്കാർക്ക് വീട് ലഭിക്കുന്നത് സംബന്ധിച്ചോ റോഡ് വികസനത്തെക്കുറിച്ചോ ഒരക്ഷരം കരട് പദ്ധതിയിൽ ഇല്ല. നഗരസൗന്ദര്യവും അധ്യക്ഷന്റെ വാർഡിനെയും കുറിച്ച് മാത്രമാണ് കരട് പദ്ധതിയിൽ പറയുന്നതെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇവിടെ പാവപ്പെട്ടവന് വീട് കൊടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഈ രേഖയിൽ എവിടെ എഴുതിയിട്ടില്ല. ഉണ്ടോ? എവിടെ എഴുതിയിട്ടില്ല. ഇവിടെ തകർന്നു കൊടുക്കുന്ന റോഡുകൾ നേരെയാക്കാനുള്ള പദ്ധതിയൊന്നും ഇതിലില്ല, ഇതിലെഴുതി വെച്ചിട്ടില്ല. പുതിയ പദ്ധതികളൊന്നുമില്ല. തൊലിപ്പുറത്ത് ചികിത്സയാണ്. മണ്ണാർക്കാട് സൗന്ദര്യവൽക്കരണമാണ് സ്ഥിരമായിട്ടുള്ളത്. സ്ഥലം വാങ്ങാൻ പറ്റുമോ, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങിയ വല്ലാത്ത ഒരു രൂപത്തിൽ പൊതുജനത്തെ കഴുതകളാക്കുന്ന, അവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത്. ചെയർമാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒന്നാമത്തെ അജണ്ടയിൽ ഒരു ഒബ്ജക്ഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ K. ബാലകൃഷ്ണൻ എന്ന ബാലു പറഞ്ഞതോടുകൂടി അത് ആരാണ്?
സമുന്നതനായ കോൺഗ്രസിൻ്റെ നേതാവും മണ്ണാർക്കാട് നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. അദ്ദേഹം പറഞ്ഞതോടുകൂടി ഒരു നല്ല വിശദീകരണം പോലും കൊടുക്കാതെ കൗൺസിൽ പിരിച്ചുവിട്ടതായി അറിയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് നടക്കുന്നത്? ജനാധിപത്യപരമായ സംവിധാനത്തിൽ തെരഞ്ഞെടുത്ത് വന്നവരാണ് ഇവിടുത്തെ UDF-ൻ്റെയും LDF-ൻ്റെയും BJP-യുടെയും സ്വന്തൻ്റെയും ഒക്കെ കൗൺസിൽമാർ. ജനാധിപത്യം ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കരട് പദ്ധതി അംഗീകരിക്കുമ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ മിക്കവാറും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തന്നെ ചർച്ച ചെയ്തിട്ടാണ് വരേണ്ടത്. പണ്ട് കഥകളിൽ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിക്കാനുണ്ടായിരുന്ന പുസ്തകത്തിൽ കുറുക്കൻ അപ്പം പങ്കുവെക്കുന്നത്. കുറുക്കൻ അപ്പം പങ്കുവെക്കുന്നവരെ UDF-കാരനെയും LDF-കാരനെയും BJP-കാരനെയും അപ്പം കിട്ടാത്ത രൂപത്തിലേക്ക് പങ്കുവെക്കാനൊന്നുമില്ല. മൂപ്പര് കഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ ഒരു പീസും ആർക്കും ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നഗര സൗന്ദര്യത്തിൽ കേന്ദ്രീകൃതമാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോകുന്നത്. വല്ലാത്ത ആസക്തിയാണ് സൗന്ദര്യത്തോടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമാണുള്ളത്. കാരണം മണ്ണാർക്കാട്ടെ ജനങ്ങൾ പാവപ്പെട്ടവരായ മനുഷ്യരുടെ ഈ മെയിൻ റോഡിന് അപ്പുറത്ത് കുറേ പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഈ രേഖയ്ക്കൊന്നും കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. നഗരസഭയിലെ 29 വാർഡുകളിൽ അധ്യക്ഷന്റെ മുണ്ടേക്കരാട് വാർഡും മണ്ണാർക്കാട് നഗരവും മാത്രം വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് അധ്യക്ഷനുള്ളതെന്ന് BJP കൗൺസിലർ K. പ്രസാദ് പറഞ്ഞു. നഗരസഭയുടെ ഫണ്ട് മുഴുവൻ നഗരവികസനം എന്ന് പറഞ്ഞ് വകമാറ്റുകയാണ്. വാർഡുകളിൽ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും പ്രസാദ് പറഞ്ഞു. 25 ലക്ഷം രൂപയോളം ഓരോ വാർഡിലേക്ക് വകയിരുത്തുന്നതാണ് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഓൺ ഫണ്ട് ഒരു വാർഡിലേക്കും വെക്കാതെ പഴയ കോൺട്രാക്ടർമാർക്ക് ഫണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോഴും നടന്നിട്ടില്ല. കാരണം പഴയ ഓൺ ഫണ്ട് ആയാലും പ്ലാൻ ഫണ്ട് ആയാലും ഇപ്പോഴും നമ്മുടെ കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാൻ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കഴിഞ്ഞ വർഷങ്ങളിൽ വർക്ക് എടുക്കാൻ ഒരുപാട് വാർഡുകളിൽ, ഇപ്പോൾ ലക്ഷ്മി ചേച്ചിയുടെ വാർഡ് തന്നെ ഒരുപാട് വാർഡുകളിൽ പ്ലാൻ ഫണ്ട് തന്നെ ആളുകൾ, അതായത് കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാൻ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇപ്പോൾ വെച്ചിരിക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യം 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത് വെറും 4 ലക്ഷം രൂപയാണ് പ്ലാൻ ഫണ്ട് നിന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാതെ നഗര സൗന്ദര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അതിലേക്ക് ഫണ്ട് മാറ്റി നമ്മുടെ വാർഡുകളിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് മുണ്ടേക്കരാട് വാർഡും ഈ മണ്ണാർക്കാട് ടൗണും മാത്രം വികസിപ്പിക്കുക എന്നാണ് ചെയർമാന്റെ ഒരു എന്താ പറയുക. കോൺഗ്രസിലെ വൈസ് ചെയർപേഴ്സൺ പ്രസീത സഭയിൽ ഹാജരായില്ല. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ജനപിന്തുണ കിട്ടൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാത്രി പറയുന്നതല്ല, പകൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ജനം തള്ളും. പറയുന്ന വാക്ക് പാലിക്കുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ശീലമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മങ്ങോട് ചമ്മന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആണയിടുന്നുണ്ട്, ഞങ്ങൾ നീതിമാന്മാരാണ്, എല്ലാ പ്രവൃത്തികളും ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾ ദാസന്മാരാണ് ജനങ്ങളുടെ എന്ന് പറയാത്ത ഒരു പാർട്ടിയുമില്ല. എല്ലാ പാർട്ടികളും എന്നും പറയുന്നു ഞങ്ങൾ നീതിമാന്മാരുടെ പാർട്ടിയാണെന്ന് പറയുന്നു. അതിൽ തീർച്ചയായിട്ടും ഒരു മത്സരമുണ്ടാകട്ടെ. ഈ പറയുന്ന കാര്യം ആര് പാലിക്കുന്നു? പാലിക്കുന്നവർക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ടാകും. എല്ലാവരും പാലിക്കുന്നുണ്ടോ? ആ ചോദ്യം എല്ലാ പാർട്ടികൾക്കിടയിലും ഉണ്ടാകാൻ കാലമായിരിക്കുന്നു. പാർട്ടികളെല്ലാം പകലൊന്ന് പറയുന്നു, രാത്രി വേറെ ഒന്ന് ചെയ്യുന്നു എന്ന അവസ്ഥയുണ്ടെങ്കിൽ അത്തരം പാർട്ടികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ മാത്രം വിശ്വാസമല്ല, രാഷ്ട്രീയത്തിൽ ഒരുപാട് പേർ ആ വഴിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ഓരോ പാർട്ടികളുടെയും തെറ്റും ശരിയും അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നിർണ്ണയിക്കപ്പെടട്ടെ. ഞാൻ നിൽക്കുന്നത് ഇടതുപക്ഷത്താണ്. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, സത്യത്തിൻ്റെ കാര്യങ്ങളിൽ, ധർമ്മത്തിൻ്റെ കാര്യങ്ങളിൽ, നീതിയുടെ കാര്യങ്ങളിൽ അത് പറയുന്ന വാക്ക് പാലിക്കുമെന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവമെന്ന് ഞങ്ങളെല്ലാവരും പറയുന്നു. വലതുപക്ഷക്കാരും അത് തന്നെ പറയുന്നു. ആ മത്സരത്തിൽ ആരാണ് സത്യം പറഞ്ഞതെന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ജനങ്ങൾക്ക് മുമ്പിൽ സ്വന്തം ജീവിതത്തിൻ്റെ ഉരകല്ലിൽ വെച്ച് അവർ കാര്യങ്ങൾ നോക്കുമ്പോൾ ഏത് പക്ഷമാണ് പറയുന്ന കാര്യം പ്രാവർത്തികമാക്കുന്നത്, ഏത് പക്ഷമാണ് വെറും വർത്തമാനം പറഞ്ഞുകൊണ്ട് പൊടിതട്ടിപ്പോയി ഒന്ന് പറയുന്നു വേറൊന്ന് ചെയ്യുന്നു എന്ന വഴിക്ക് പോകുന്നത് എന്ന് ജനങ്ങൾ നോക്കുന്നുണ്ട്.
പെരിന്തൽമണ്ണയിൽ പ്രദർശനമേളയുടെ സമാപന ദിവസം നടത്തിയ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരിപാടിയുടെ സംഘാടകർക്ക് നഗരസഭ നോട്ടീസ് നൽകി. പ്രദർശനമേളയ്ക്ക് നൽകിയ അനുമതിയിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ പ്രദർശനമേളയുടെ സമാപന ദിവസം നടത്തിയ സംഗീത പരിപാടിക്കിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് നഗരസഭ ക്ലീൻ സിറ്റി മാനേജറാണ് പരിപാടിയുടെ സംഘാടകർക്ക് നോട്ടീസ് നൽകിയത്. 2 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണം എന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംഗീത പരിപാടിക്ക് പോലീസിൻ്റെയും നഗരസഭയുടെയും കൃത്യമായ അനുമതി ഉണ്ടായിരുന്നില്ല. പോലീസ് രാത്രി 10 മണി വരെയുള്ള മൈക്ക് പെർമിഷൻ മാത്രമാണ് നൽകിയിരുന്നത്. 34 സ്റ്റാളുകൾ അടങ്ങുന്ന വ്യാപാരമേള നടത്താനാണ് സംഘാടകർക്ക് നഗരസഭ അനുമതി നൽകിയിരുന്നത്. എന്നാൽ 61 സ്റ്റാളുകൾ അധികമായി ഉണ്ടായിരുന്നു. ഇവിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളും കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മുനിസിപ്പൽ നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടെന്നും സംഘാടകർക്ക് നഗരസഭ നൽകിയ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നൽകിയ സമയപരിധിക്കകം വിശദീകരണം നൽകണമെന്ന് സംഘാടകരോട് നഗരസഭ നിർദ്ദേശിച്ചു. ഇല്ലെങ്കിൽ പിഴയും തടവും ചുമത്തുന്ന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ജൽജീവൻ പദ്ധതിയിൽ ഉപയോഗിക്കാത്ത കുടിവെള്ള കണക്ഷനുകൾക്ക് അധിക വെള്ളക്കരം വന്ന സംഭവത്തിൽ ജല അതോറിറ്റിയുടെ ഇടപെടൽ. പുതിയ ഉപഭോക്താക്കൾക്ക് ആദ്യം വരുന്ന ബില്ലിൽ ഭീമമായ തുക രേഖപ്പെടുത്തിയെന്ന പരാതി ഉയരാതിരിക്കാനാണ് ഇടപെടൽ ഉണ്ടായത്. ഒറ്റപ്പാലം ചുനങ്ങാട് പിലാത്തറയിൽ നിന്ന് ഇത്തരത്തിൽ പരാതി ഉയർന്നിരുന്നു. വെള്ളം കിട്ടിത്തുടങ്ങി 2 മാസം കഴിഞ്ഞിട്ടും ബില്ല് വരാത്ത ഉപഭോക്താക്കളോട് ജല അതോറിറ്റിയെ സമീപിക്കാനാണ് നിർദ്ദേശം. ജല അതോറിറ്റി പ്രൊജക്ട് ഡിവിഷനാണ് ഇങ്ങനെയൊരു അറിയിപ്പ് നൽകിയിട്ടുള്ളത്. കണക്ഷൻ ലഭിച്ച് വെള്ളം കിട്ടിത്തുടങ്ങിയാൽ മുതൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മീറ്ററിൽ രേഖപ്പെടുത്തും. ഇതോടെ വെള്ളം ഉപയോഗിച്ച് കഴിയുന്നതിനനുസരിച്ചുള്ള തുക ആദ്യ ബില്ലിൽ വരും. മീറ്ററിൽ രേഖപ്പെടുത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഭീമമായ തുക വരാൻ സാധ്യത ഉള്ളതിനാലാണ് ജല അതോറിറ്റിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അമ്പലപ്പാറ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ അമ്പലപ്പാറയിൽ പുതിയ കുടിവെള്ള കണക്ഷനുകൾ നൽകി വരുന്നുണ്ട്. ഏകദേശം 3500-ലേറെ കണക്ഷനുകളാണ് പുതിയതായി ഇതുവരെ നൽകിയിട്ടുള്ളത്. ഇതിൽ പകുതിയോളം ഉപഭോക്താക്കൾക്ക് മാത്രമാണ് കുടിവെള്ളം കിട്ടിത്തുടങ്ങിയിട്ടുള്ളത്. ഇവരിൽ ചില ഉപഭോക്താക്കൾക്ക് ഉപയോഗിച്ച വെള്ളത്തിന് മിനിമം വെള്ളക്കരവും ഉപയോഗിക്കാത്ത കണക്ഷനുകളിൽ അധികം തുകയും വന്നത് പരാതിക്കിടയാക്കിയിരുന്നു. ചുനങ്ങാട് പിലാത്തറയിലാണ് 22ഓളം കുടുംബങ്ങൾക്ക് വെള്ളക്കരത്തിൽ വ്യത്യാസങ്ങൾ വന്നിരുന്നത്. ഒരേ ദിവസം കണക്ഷൻ ലഭിച്ചവർക്ക് ഉപയോഗിക്കാത്ത ജല കണക്ഷന് അധികം തുകയും ഉപയോഗിച്ചവർക്ക് മിനിമം തുകയുടെയും വെള്ളക്കരം വന്നിരുന്നത് മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കണക്ഷൻ നൽകിയവ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പാകപ്പിഴകളായിരുന്നു ഇത്തരത്തിൽ ബില്ല് വരാൻ കാരണം. അതേസമയം അധികം വന്ന തുക കുറവ് വരുത്താൻ സാധ്യതയില്ലെന്നാണ് ജല അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച അറിയിപ്പെന്ന് ചുനങ്ങാട് പിലാത്തറ പള്ളിപ്പറമ്പിൽ ബഷീർ പറഞ്ഞു. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഫെബ്രുവരി 3 ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ സ്വീകരണമൊരുക്കും. സ്വീകരണ പരിപാടി വൻ വിജയമാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട ഫെബ്രുവരി 13 കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങളടച്ച പണിമുടക്ക് നടത്തുന്നുണ്ട്. പണിമുടക്കിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നേതൃത്വം നൽകുന്ന വാഹന പ്രചാരണ യാത്രയ്ക്ക് ഫെബ്രുവരി 3 ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. 29 ആവശ്യങ്ങളാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജാഥയിലും 13 നടത്തുന്ന പണിമുടക്കിലും ഉന്നയിക്കുന്നത്. ചെറുകിട സംരംഭകരെ ഉന്മൂലനം ചെയ്യുന്ന നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പീഡനങ്ങൾ വേറെ. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഏകദേശം 29ഓളം ഡിമാൻഡുകളാണ് സർക്കാരിന്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇവിടുത്തെ കാർഷിക വിളകൾക്കൊന്നും തന്നെ വിലയില്ല. കാർഷിക രംഗത്തെ കുറിച്ച് അത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസം മേഖല, മറ്റു മേഖലകളെല്ലാം അതിൽ ഞങ്ങൾ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ഈ പ്രധാന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ വേണ്ടി ഈ വരുന്ന ഫെബ്രുവരി 13 കേരളത്തിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും കടകളടച്ച് പണി മുടക്കിയിട്ട് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്തിൽ ഏകദേശം 4 മണിക്ക് ലക്ഷക്കണക്കിന് വ്യാപാരികൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ പെരിന്തൽമണ്ണയിലെത്തുന്ന ജാഥയെ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വീകരണവേദിയായ ടൗൺ സ്ക്വയറിലേക്ക് ആനയിക്കും. ഏകോപന സമിതിയുടെ പെരിന്തൽമണ്ണ, മങ്കട, വണ്ടൂർ എന്നീ 3 മണ്ഡലങ്ങളുടെ പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുക്കും. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ,
ട്രഷറർ കെ അബ്ദുൽ ലത്തീഫ്, ഷാലിമാർ ഷൗക്കത്ത്, ലിയാഖത്ത് അലി ഖാൻ, ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം എന്നിവരും മർച്ചന്റ് യൂത്ത് വിംഗ് ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് പള്ളിപ്പടി കുടു കോംപ്ലക്സിന് പുറകിലെ പുല്ലിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സമീപത്തെ കോംപ്ലക്സിലേക്ക് തീ പടരാത്തതിനാൽ അപകടം ഒഴിവായി. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് പള്ളിപ്പടി കുടു കോംപ്ലക്സിന് പുറകിലെ ഒഴിഞ്ഞ പറമ്പിലാണ് തീ പടർന്നത്. ഉടൻ തന്നെ വട്ടമ്പലത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയായിരുന്നു. തൊട്ടു സമീപമാണ് വിവിധ ബാങ്കുകളും ഓഫീസുകളും പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയം. പുല്ലിന് തീ പടർന്നത് എങ്ങനെയാണെന്ന് വ്യക്തമല്ല. തട്ടകങ്ങൾക്ക് നിറച്ചാർത്തേക്ക് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. 25 ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പും നാടൻ കലാരൂപങ്ങളും കാഴ്ച വിരുന്നായി. തട്ടകങ്ങളിൽ ആവേശത്തിമിർപ്പേകി ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പെയ്തിറങ്ങി. വൈകിട്ട് 4 മണിയോടെ പാന, തിറ, പൂതൻ എന്നിവയും വിവിധ ദേശവേലകളും ക്ഷേത്രത്തിലേക്ക് എത്തി. വിവിധ ദേശങ്ങളിൽ നിന്നായി 25 ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പും പൂരത്തിൻ്റെ നിറക്കാഴ്ചയായി. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ നാടൻ കലാരൂപങ്ങളും ക്ഷേത്രത്തിൽ നിറഞ്ഞാടി. തുടർന്ന് വേലയിറക്കം, കമ്പം കത്തിക്കൽ എന്നിവ നടന്നു. രാത്രി അയന ക്രിയേഷൻസ് അവതരിപ്പിച്ച മെഗാ ഷോയുമുണ്ടായി. വലിയാറാട്ട് ദിനത്തിൽ കാളവരവും ക്ഷേത്രത്തിൽ നടന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുംബൈയിൽ നടന്ന 4ാമത് ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി കേരളത്തിൻ്റെ മിന്നും പ്രകടനം. 23 സ്വർണവും 14 വെള്ളിയും 4 വെങ്കലവും അടക്കം 41 മെഡലുകൾ നേടിയാണ് കേരളം 2ാം സ്ഥാനത്തെത്തിയത്. മെഡലുകൾ നേടിയവരിൽ കൂടുതൽ താരങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ് എന്ന റെക്കോർഡ് കൂടി ഈ ദേശീയ ചാമ്പ്യൻഷിപ്പിനുണ്ട്. विनती करता हूँ कि आप यहाँ पे जो हमारे यूपी के जो प्लेयर्स हैं उनको आप एक बार आप उनको ट्रॉफी और मेडल्स दीजिए. रंजीत मिश्रा सर टीम को लेके आए सर साथ में. മുംബൈയിൽ നടന്ന 4ാമത് ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം മെഡലുകൾ വാരിക്കൂട്ടി. ശക്തരായ തമിഴ്നാടിനെയും മധ്യപ്രദേശിനെയും നേരിട്ടാണ് കേരളം 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 23 സ്വർണവും 14 വെള്ളിയും 4 വെങ്കലവും അടക്കം 41 മെഡലുകളാണ് കേരള ടീം സ്വന്തമാക്കിയത്. പെരിന്തൽമണ്ണ, ഏലംകുളം, കോഴിക്കോട്, മാവൂർ, തിരൂർ, കൂട്ടായി, കക്കാട്, ചെർപ്പളശ്ശേരി, ചാവക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്.
കൂട്ടായി സ്വദേശി സൽമാനുൽ ഫാരിസ് ചാമ്പ്യൻഷിപ്പിലെ ബെസ്റ്റ് ടൈറ്റിൽ ബെൽറ്റ് ചാമ്പ്യനായി. മെഡൽ നേടിയവരിൽ ഭൂരിഭാഗവും മലപ്പുറം ജില്ലക്കാർ ആണെന്നുള്ള റെക്കോർഡ് കൂടി ഈ ദേശീയ ചാമ്പ്യൻഷിപ്പിനുണ്ട്. ഷിബിൻ ഷാലു, ഷാമിൽ, ലക്ഷ്മണൻ, അഭി, വൈശാൽ, ഹാദി, അശ്വിൻ, കെ അലി, സുജൈൽ, ഷമീം, അക്തർ, ഷിബിൽ, ഹിർഫാൻ, മുഹമ്മദ് സിനാൻ, മിഗ്ദാദ്, സയ്യിദ് ഹംദാൻ, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് മൊഹത്തീബ്, മുഹമ്മദ് ജാസിം, മുഹമ്മദ് ദിൽഷാദ്, രതുൽ എന്നിവർ സ്വർണ്ണ മെഡലുകൾ നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ഫാത്തിമ സന, ഫാത്തിമ ഷിഫ, മുഹമ്മദ് ഷബിൻ, ആയുഷ് രാജ്, മിൻഹാജ്, അദ്വൈത്, അജ്മൽ, ഷാദിൽ, ഹിബാത്ത് ഇബ്രാഹിം, ഇഷ മെഹറിൻ, ഉമ്മു സുലൈം, ഷാമിൽ സദത്ത്, മുഹമ്മദ് അഫ്ലഹ്, മുഹമ്മദ് റാസി, ലിൻസി ബാബു എന്നിവർ വെള്ളി മെഡലുകൾ നേടി. പെരിന്തൽമണ്ണ BFC സ്പോർട്സ് അക്കാദമി സീനിയർ വിദ്യാർത്ഥി ഷാമിൽ മുണ്ടാത്താണ് കേരള ടീമിനെ നയിച്ചത്. കേരള ചീഫ് കോച്ച് സുബ്രഹ്മണ്യൻ, കേരള ടെക്നിക്കൽ ഡയറക്ടർ ഹരീഷ് തിർത്തല, സ്വതക്കത്തുള്ള കബീർ എന്നിവരാണ് കേരള ടീമിന് പരിശീലനം നൽകിയത്. കൂട്ടായി സ്വദേശി മുഹമ്മദ് ഫസലായിരുന്നു ടീം മാനേജർ. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 15 കേരള താരങ്ങളെ നവംബറിൽ നേപ്പാളിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തു. ചരിത്രപ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച മാർച്ച് 2-3 തീയതികളിൽ വിപുലമായി ആഘോഷിക്കും. കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ഫെബ്രുവരി 4-ന് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രസിദ്ധമായ 110ാം പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ഇത്തവണ മാർച്ച് 2-3 തീയതികളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 3-നാണ് നേർച്ചയുടെ ഭാഗമായുള്ള 100ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന നഗരപ്രദക്ഷിണവും സാംസ്കാരിക ഘോഷയാത്രയും. ഉത്സവത്തിൻ്റെ ഭാഗമായ കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി 4-ന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11 മണിക്ക് ജാറത്തിന് മുൻവശം ഓഫീസ് ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിക്കും. നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റും പട്ടാമ്പി നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമി അധ്യക്ഷത വഹിക്കും. മുഹമ്മദ് മുഹസിൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ വിശിഷ്ടാതിഥിയായിരിക്കും. ത്രിതല പഞ്ചായത്ത് സാരഥികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് കഴിഞ്ഞ വർഷത്തെ ദേശീയോത്സവത്തിൽ നല്ല അച്ചടക്കം പാലിച്ച ടീമിനെയും നല്ല ബാനർ പ്രദർശിപ്പിച്ചവരെയും നല്ല ബാൻഡ് സെറ്റ് കൊണ്ടുവന്ന ടീമിനെയും നല്ല കാഴ്ച കൊണ്ടുവന്ന ടീമിനെയും ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 100ഓളം ഗജവീരന്മാരും 10,000-കണക്കിന് നേർച്ചാഘോഷ പ്രേമികളും കേരളത്തിലെ പ്രഗത്ഭ വാദ്യ കലാകാരന്മാരും പങ്കെടുക്കുന്ന പട്ടാമ്പി നേർച്ച ശ്രവണ നയന മനോഹരമായൊരു കാഴ്ചയാണ് പട്ടാമ്പിക്ക് സമ്മാനിക്കുന്നത്. അതോടനുബന്ധിച്ച് കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി 4 ഞായറാഴ്ച 11 മണിക്ക് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിന് എതിരെയുള്ള കെട്ടിടത്തിൽ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാന്യനായ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അവർകളാൽ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. തദവസരത്തിൽ ബഹുമാന്യനായ പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മൊഹസിൻ അവർകൾ, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭ വൈസ് ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സംഘാടക സമിതി പ്രസിഡന്റ് KR നാരായണസ്വാമി, ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ, ഖജാൻജി C ഹനീഫ മാനു, പബ്ലിസിറ്റി ചെയർമാൻ റഫീഖ് കല്ലുവളപ്പിൽ, പ്രോഗ്രാം കൺവീനർ ഉസ്മാൻ പുളിക്കൽ, PRO അഭിലാഷ് പെരുമുടിയൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വേലയാഘോഷം വർണ്ണാഭമാക്കാൻ സ്വരൂപിച്ച തുക അപകടത്തിൽ മരിച്ച യുവാവിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ നൽകി കുമരമ്പത്തൂർ പയ്യനടം കോതര കമ്പങ്കോട് ദേശവേല കമ്മിറ്റി. തമിഴ്നാട് പൊള്ളാച്ചിയിൽ വാഹനാപകടത്തിൽ മരിച്ച കമ്പങ്കോട് വിജയൻ്റെ കുടുംബത്തെ സഹായിക്കാനാണ് 50,000 രൂപ കുടുംബസഹായ കമ്മിറ്റിയെ ഏൽപ്പിച്ചത്. കഴിഞ്ഞ ജനുവരി 8-നാണ് പൊള്ളാച്ചി കോയമ്പത്തൂർ റോഡിൽ നെല്ലിക്കൗണ്ടർ പുത്തൂരിൽ ബൈക്കിടിച്ച് മണ്ണാർക്കാട് കുമരമ്പത്തൂർ പയ്യനടം കമ്പങ്കോട്ടിൽ വിജയൻ മരിച്ചത്. നിർമ്മാണ ജോലിക്കായാണ് വിജയൻ സുഹൃത്തുക്കൾക്കൊപ്പം പൊള്ളാച്ചിയിലേക്ക് പോയത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു വിജയൻ. വിജയൻ്റെ മരണത്തോടെ പ്രയാസത്തിലായ ആശ്രിതരെ സഹായിക്കാനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിജയൻ കുടുംബസഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പയ്യനേടം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാറിൽ വേല ഉത്സവത്തോടനുബന്ധിച്ച് കോതരയിൽ നിന്ന് ഗംഭീരവേലയാണ് വരാറുള്ളത്. എല്ലാ വർഷവും വേലയിൽ സജീവമാകാറുള്ള വിജയൻ ഇല്ലാത്ത വേലയ്ക്ക് ഇത്തവണ ആർഭാടങ്ങൾ വേണ്ടെന്ന് വേല കമ്മിറ്റിയും സുഹൃത്തുക്കളും തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി സ്വരൂപിച്ച തുക
വിജയന്റെ കുടുംബത്തെ സഹായിക്കാൻ നൽകണമെന്ന നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. ഞങ്ങളുടെ ഒരു കൂട്ടുകാരനും ഞങ്ങളെ സുഹൃത്തുമായ വിജയൻ എന്ന ഒരു വ്യക്തി, ഞങ്ങളെ കമ്മിറ്റി മെമ്പർ കൂടായിരുന്നു അദ്ദേഹം. അപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ പൊതുദേശകാല കമ്മിറ്റി ആർഭാടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ചടങ്ങ് മാത്രം നടത്തി പോകാനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട്, അപ്പോൾ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുടുംബത്തിന് ഞങ്ങൾ 50,000 രൂപ ഇന്നലെ കൈമാറിയിരിക്കുന്നു. ഇവിടെ ജനകീയ സമിതി കൂടിയിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി കൈമാറിയിരുന്നു. വേല കമ്മിറ്റി ഭാരവാഹികൾ തുക വിജയൻ കുടുംബസഹായ കമ്മിറ്റി കൺവീനർ ആലിക്കൽ കുമാറിന് കൈമാറി. ജനുവരി മാസം 8-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പൈനടത്തു നിന്നും കമ്പങ്കോട്ടിൽ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ജോലി സംബന്ധമായി പൊള്ളാച്ചിയിലേക്ക് പോയി രാത്രി 8 മണിക്ക് അവിടെ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു. അയാൾക്ക് 3 കുട്ടികളും ഭാര്യയുമാണ് ഉള്ളത്. മൂത്ത കുട്ടി 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അതിന് താഴെയാണ് 2 കുട്ടികൾ. വളരെ ദാരിദ്ര്യമായി കഴിയുന്ന ഒരു കുടുംബമാണ്. ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ആ ജനകീയ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ കുറച്ച് സംഖ്യ പിരിച്ചെടുക്കാനും അത് കുടുംബത്തെ ഏൽപ്പിക്കാനും വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചു. ഈ പിരിവ് നടക്കുന്ന സമയത്താണ് പയ്യടം ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാരണ വേലായുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഏതാണ്ട് 6-7ഓളം വേലകളുള്ള ഈ അമ്പലത്തിലേക്ക് ഗോതര പ്രദേശത്ത് നിന്ന് വരുന്ന വേല കമ്മിറ്റി ഏതാണ്ട് അവരുടെ ചെലവുകൾ, വേലയുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ വെട്ടിച്ചുരുക്കി 50,000 രൂപ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ജനകീയ കമ്മിറ്റിക്ക് കൈമാറുകയുണ്ടായി. വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ വേല കമ്മിറ്റി കാണിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഒട്ടേറെ സംഭാവനകൾ നൽകി അവരെ സഹായിക്കുന്നതിന് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. പൈനടം GLP സ്കൂൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ പൈനടം വെള്ളപ്പാടം ഭാഗത്തെ ക്രിസ്ത്യൻ പള്ളികൾ ഉൾപ്പെടെ ഉള്ള ആളുകളും ഇതിന് സംഭാവന നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം P. അജിത്ത്, മഞ്ജുനാഥൻ, A. രാമകൃഷ്ണൻ, പ്രദീപ് കുമാർ, സുബൈർ, അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നിർധനായ കിടപ്പ് രോഗിക്ക് ബെഡ് വാങ്ങി നൽകി ഒറ്റപ്പാലം ജനമൈത്രി പോലീസിന്റെ കൈത്താങ്ങ്. ലക്കിടി പേരൂരുള്ള രോഗിക്കാണ് വീട്ടിലെത്തി ബെഡ് കൈമാറിയത്. ലക്കിടി പേരൂർ ഗുരുതിയൻ പറമ്പിൽ 64-കാരനായ മുത്തുവിനാണ് ഒറ്റപ്പാലം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ബെഡ് വാങ്ങി നൽകിയത്. നിർധനരായ മുത്തുവിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ ജനമൈത്രി സമിതി മെമ്പർ പാഞ്ചാലിയാണ് പോലീസിൽ അറിയിച്ചത്. കിടപ്പ് രോഗിയായ മുത്തുവിന് കിടക്കാൻ അത്യാവശ്യമായി ബെഡ് ആവശ്യമുള്ള കാര്യവും പാഞ്ചാലി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് ബെഡ് വാങ്ങി SI KJ പ്രവീണിൻ്റെ നേതൃത്വത്തിൽ മുത്തുവിൻ്റെ വീട്ടിലെത്തി കൈമാറുകയായിരുന്നു. ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ, അസിസ്റ്റന്റ് ബീറ്റ് ഓഫീസർ സുബൈദ എന്നിവർ SIയെ അനുഗമിച്ചു. മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മഞ്ഞളാംകുഴിയിലെ MLAയുടെ സാന്നിധ്യത്തിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 2024-2025 വർഷത്തെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. മലപ്പുറം ഗുഡ് ബൈ ഹോട്ടലിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. യോഗം മുൻമന്ത്രിയും മങ്കട MLAയുമായ മഞ്ഞളാംകുഴിയാലി ഉദ്ഘാടനം ചെയ്തു. ലോകം തന്നെ വലിയൊരു റിസഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻ റിസഷൻ ഉണ്ടായ സ്വാഭാവികമായിട്ട് ഗൾഫിൽ വരും. ഗൾഫിലുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരും. ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള സ്ഥലങ്ങളുണ്ടോന്നൊന്നും ഞാൻ അങ്ങനെ വല്ലാതെ പറയുന്നില്ല. ഇന്ത്യ രാജ്യം അതിനൊക്കെ വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. പക്ഷെ നമ്മുടെ മലബാറിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള റിസഷൻ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എനിക്കതിന്റെ അങ്ങനെയാണ് ഇപ്പം അനുഭവപ്പെടുന്നത്. കച്ചവടം ഡോക്ടർ ജോർജ് ജേക്കബിനെ പ്രസിഡന്റായും KP റിയാസ് ബാബുവിനെ സെക്രട്ടറിയായും മേജർ രവി നായരെ ട്രഷററായും തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് KP വിജയരാഘവൻ ഇലക്ഷൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അബ്ദുൾ മജീദ്, KV അൻവർ, ഖാലിദ് പുതുശ്ശേരി, TV മുസ്തഫ, മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. സ്കൂൾ പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും സ്വയം സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുകയാണ് കോട്ടോപ്പടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥിനികൾക്കായി ആരംഭിച്ച പദ്ധതിയിലൂടെ തയ്യൽ പരിശീലനമാണ് നൽകുന്നത്. പരിശീലന കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്തു. 6, 7, 8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും മറ്റ് ഒഴിവു ദിവസങ്ങളിലുമായി 2 മണിക്കൂറാണ് പരിശീലനം നൽകുന്നത്. സ്കൂൾ നിയമിച്ച KT റെജീനയാണ് പരിശീലക. നിലവിൽ 70 കുട്ടികൾ പരിശീലനം നേടുന്നുണ്ട്.
പരിശീലന കേന്ദ്രം കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ തയ്ച്ച വിവിധതരം വസ്ത്രങ്ങൾ സ്കൂൾ അസംബ്ലിയിൽ പ്രദർശിപ്പിച്ചു. പരിശീലക KT റെജീനയെയും പരിശീലനത്തിനുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയ പൂർവ്വാധ്യാപകൻ M ഉമ്മറിനെയും അസംബ്ലിയിൽ ആദരിച്ചു. പ്രധാന അധ്യാപകൻ P ശ്രീധരൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം KT അബ്ദുള്ള, മാനേജർ റഷീദ് കല്ലടി, വിദ്യാഭ്യാസ പ്രവർത്തകയും പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രൊഫസർ സ്മിത കാരൂത്ത് മുഖ്യാതിഥിയായി. സീനിയർ അസിസ്റ്റന്റുമാരായ ഹമീദ് കൊമ്പത്ത്, KS മനോജ്, സ്റ്റാഫ് സെക്രട്ടറി ജോൺ റിച്ചാർഡ് എന്നിവർ പങ്കെടുത്തു. പഠനം ഒരു മനുഷ്യനെ വ്യക്തിത്വമുള്ളവനാക്കി മാറ്റുന്നുള്ളതാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ ഡെവലപ്ഡ് ആവും. അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ വളരെ സ്വഭാവ മഹിമയുള്ളവരായി മാറും. 11 തയ്യൽ മെഷീനുകളാണ് പരിശീലന കേന്ദ്രത്തിലുള്ളത്. തയ്യൽ പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സജീവ പ്രവർത്തകനായ സനിൽ കളരിക്കൽ സംസ്കൃതിയുടെ ദിവസത്തിൽ ഒരു മരം പദ്ധതിയുടെ ഭാഗമായി ഈ വർഷത്തിൽ 365 തൈകൾ നട്ടുപരിപാലിക്കാനൊരുങ്ങുകയാണ്. ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കണിക്കൊന്ന തൈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതി ഈ വർഷം നടപ്പിലാക്കുന്ന പൊൻകണി 2024 ഭാഗമായി ഈ വർഷത്തിൽ എല്ലാ ദിവസവും ഓരോ മരം എന്ന രീതിയിൽ 365 കണിക്കൊന്ന തൈകൾ നട്ടുപരിപാലിക്കാനാണ് സനിൽ ഉദ്ദേശിക്കുന്നത്. 3 വർഷമായി സംസ്കൃതിയുടെ പ്രവർത്തകനാണ് സനിൽ. തൻ്റെ കുഞ്ഞുമകളുടെ പിറന്നാളിന് മകൻ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികൾക്ക് 800ഓളം വിത്തുപേനകൾ നൽകിയാണ് പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങുന്നത്. റെസ്റ്റോറൻറ്റിൽ ജീവനക്കാരനായ സനിൽ ജോലി സമയം കഴിഞ്ഞ് പൂർണ്ണമായും സംസ്കൃതിയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡൈസ് K മാത്യു, അധ്യാപകരായ സുരഭി SN, ഉദയരാജ് P, ശ്രീകാന്ത് P, സംസ്കൃതി പ്രവർത്തകനായ രാജേഷ് അടയ്ക്കാപുത്തൂർ, UC വാസുദേവൻ, KT ജയദേവൻ, MP പ്രകാശ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. അടയ്ക്കാപുത്തൂർ സംസ്കൃതി വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് ഈ പരിസ്ഥിതി രംഗത്ത് വ്യത്യസ്ത പ്രൊജക്റ്റുകളുമായിട്ടാണ് ഞങ്ങൾ വരാറ് എപ്പോഴും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ദിവസത്തിലൊരു മരം പദ്ധതി, അതായത് ഓരോ ദിവസവും ഓരോ മരം നടുക, അങ്ങനത്തെ ഒരു പദ്ധതിയാണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് സനിൽ കളരിക്കൽ, നിങ്ങളുടെ കടമ്പഴിപ്പുറത്ത് പാരമൗണ്ട് ഹോട്ടലിലെ ജീവനക്കാരനാണ്, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു പുതിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതായത് ഇദ്ദേഹം 365 തൈകൾ ഈ വർഷത്തിൽ നട്ട് പരിപാലിക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സനിൽ നിങ്ങൾക്ക് 31 തൈകൾ 33 പേർക്ക് തരും. അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നടുമ്പോൾ തന്നെ ഒരു സിംഗിളായിട്ടൊരു ഫോട്ടോ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. വല്ലപ്പുഴ ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനിഷ ഉണ്ണി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TS ശ്രീകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി നിസാം, ICD സൂപ്പർവൈസർ ഉഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ സംസ്ഥാനത്തെ തന്നെ വിദ്യാഭ്യാസ സെന്റർ ആണ് നമ്മുടെ ഈ സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഈ നാട്ടിലെ ഡിസബിലിറ്റി ഉള്ള ആളുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശവാസികളൊക്കെ കൂടുതൽ അറിയേണ്ടതുണ്ട്. സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം 2 വർഷത്തോളം ആവുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദിവസേന ഇവിടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ അവരുടേതായ മറ്റു എൻഗേജ്മെൻറ്റുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സൗകര്യം ഇവിടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. MSS വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയും അലനല്ലൂർ യൂണിറ്റും ശനിയാഴ്ച സ്ത്രീകൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തുന്നു. അലനല്ലൂർ AM-LP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് MSS ജില്ലാ പ്രസിഡന്റ് P ഹസൻ ഹാജി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അലനല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MSS വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയും അലനല്ലൂർ യൂണിറ്റും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വനിതാ വിംഗ് അലനല്ലൂർ യൂണിറ്റും സംയുക്തമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ശനിയാഴ്ച മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തുന്നത്.
അൽഷിഫ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കുന്ന ക്യാമ്പിൽ ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിലെ ചികിത്സയ്ക്ക് പുറമെ സ്ഥാനാർബുദ പരിശോധന, ബ്ലഡ് പ്രഷർ, ഷുഗർ പരിശോധന എന്നിവയും സൗജന്യമായി ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ നാട്ടിലുള്ള ധാരാളം രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇത് പ്രത്യേകിച്ചും വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പുമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശനിയാഴ്ച അലനല്ലൂർ AMLP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് MSS ജില്ലാ പ്രസിഡന്റ് P. ഹസൻ ഹാജി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ചികിത്സാ സമയം നിശ്ചയിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം രാവിലെ 9 മണിക്ക് MSSൻ്റെ ജില്ലാ പ്രസിഡന്റ് P. ഹസൻ ഹാജി അവർ നിർവഹിക്കും. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ചടങ്ങിൽ മുഖ്യാതിഥിയാവും. AMLP സ്കൂൾ ഹെഡ്മാസ്റ്റർമാൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ K. സുദർശനകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. അതുപോലെ തന്നെ അലനല്ലൂരിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്ക് ആ ചടങ്ങിൽ സംബന്ധിക്കും. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ജനോപകാര പ്രവർത്തനങ്ങളിലും MSS ഇടപെടുന്നുണ്ട്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അതിന് MSS ജില്ലാ പ്രസിഡന്റും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ P. ഹസൻ ഹാജി, MSS ജില്ലാ സെക്രട്ടറി ഹമീദ് കൊമ്പത്ത്, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് സൗജത്ത് തയ്യിൽ, സെക്രട്ടറി UK സുബൈദ, C. അസ്മ, CK സജിമ, KM മുസ്തഫ, ബിൽഡിംഗ് ഓണേഴ്സ് ഭാരവാഹികളായ M. അബ്ദുൽ അസീസ്, ചൂരക്കാട്ടിൽ അരവിന്ദാക്ഷൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരത്ത് ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള ത്രിദിന കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനത്തിൻ്റെ ബാച്ച് 2 ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽദ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സൗമ്യ അധ്യക്ഷത വഹിച്ചു. വെള്ളിനടി CDS ചെയർപേഴ്സൺ രുക്മിണി, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസ്, കടമ്പടിപ്പുറം CDS ചെയർപേഴ്സൺ പ്രസന്ന എന്നിവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺമാരായ ജയനാരായണൻ, T. രഹ്ന, C. ഐശ്വര്യ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നടത്തുന്ന പ്രിയമുള്ള സഹോദരിമാരാണ് ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നല്ല വായു, നല്ല വെള്ളം, നല്ല ഭക്ഷണം എന്നിവ ലഭ്യമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാന പ്രവർത്തനം എന്ന രീതിയിൽ നമ്മുടെ മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് മാലിന്യം, അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെയും പുതുക്കുടി ചാരിറ്റി കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ആദരിക്കൽ ചടങ്ങും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കുമരംപുത്തൂർ പുതുക്കുടി സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ പൊള്ളാച്ചിയിൽ വാഹനാപകടത്തിൽ മരിച്ച കമ്പങ്കോട് വിജയന്റെ കുടുംബത്തിന് അർബൻ ഗ്രാമീൺ സൊസൈറ്റി സഹായധനം നൽകി. സമൂഹത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കുമ്പോഴാണ് കൂട്ടായ്മകൾ മാതൃകയാവുന്നതെന്ന് സഹായധനം നൽകിയ അർബൻ ഗ്രാമീണ സൊസൈറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും പല കാര്യങ്ങളിലും മാതൃകയാവുമ്പോഴാണ് അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായും അർത്ഥവത്താവുന്നത്. കഴിഞ്ഞ ചാരിറ്റി കൂട്ടായ്മയുടെ ഒരു പരിപാടിയിൽ ശിവേട്ടൻ എന്നെ വിളിക്കുകയുണ്ടായി. അന്നാണ് ഇവിടെ എത്രത്തോളം ഈ ചാരിറ്റി കൂട്ടായ്മയിൽ കുടുംബങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും വളരെയധികം നല്ല പങ്കാളിത്തത്തോടു കൂടി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് എന്ന് മനസ്സിലായത്. ചടങ്ങിൽ പുതുക്കുടി 3-ാം വാർഡിലെ ആശാ വർക്കർമാരായ ശകുന്തള, ഉദയപ്രഭ എന്നിവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളായ ലളിത, ശാന്ത എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൂട്ടായ്മയിലെ വൃദ്ധരായ അംഗങ്ങൾക്ക് UGS നൽകുന്ന ധനസഹായ വിതരണം, വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റ് വിതരണം എന്നിവ വിവിധ സാമൂഹിക നേതാക്കൾ നിർവഹിച്ചു. കലാകായികമേളയിൽ സബ് ജില്ലാ തലത്തിൽ സമ്മാനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി. പുതുക്കുടി ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് സോനു ശിവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഇന്ദിര മടത്തുപുള്ളി, UGS PRO ശ്യാം, ഭാഗ്യരാജ്, PC ഉണ്ണികൃഷ്ണൻ, VP അൻവർ അലി, അബ്ബാസ്, ആലിക്കൽ ഗോപാലകൃഷ്ണൻ, സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യയെ കണ്ടെത്തുന്നു എന്ന ശീർഷകത്തിൽ നെല്ലായ മൂളൂർ
മസ്വാലിഹുസുന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇമാം റാസി യജുവാലി സംഘടിപ്പിച്ച സാംസ്കാരിക ചർച്ചാവേദി സമാപിച്ചു. മസ്വാലിഹുസുന്ന മാനേജർ ഷെരീഫ് സൗദി ചാലിയം സംഗമം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖമാണെന്ന് ഷെരീഫ് സൗദി ചാലിയം പറഞ്ഞു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ജൂനിയർ ദവാ മുദരിസുമാരായ മുഹമ്മദ് ഷമീർ സക്കാഫി, ഷാഹ് സക്കാഫി താഴേക്കോട്, അജ്മൽ സിദ്ദീഖി കാളികാവ്, അജ്മൽ അൽഹാദി ചൂരക്കോട്, സ്പാർക്ക് സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി അജ്മൽ തൂത എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ആദിൽ പി പൊയിലൂർ, ഭരണഘടനയുടെ ആമുഖം, അൽ മിസ്ബാഹി ഇ ചുണ്ടമ്പറ്റ, ഇന്ത്യയുടെ കരുത്ത് ചോരുന്നത് എവിടെയാണ്, മുഹമ്മദ് അഫ്സൽ എസ്, ഫാസിസത്തിൻ്റെ ഭക്തിയും മതനിരപേക്ഷയുടെ വിഭക്തിയും എന്നീ വിഷയങ്ങളിൽ സംസാരിച്ചു. ഷബീബ് ഏലംകുളം, സിനാൻ ഒറ്റപ്പാലം, സയ്യിദ് നെല്ലായ എന്നിവരും പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് മുടവനംകാവ് അയ്യപ്പക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിൻ്റെ ഭാഗമായി വ്യാസ വിദ്യാനികേതൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച യോഗ പ്രദർശനം, ശ്രീകൃഷ്ണപുരം കുട്ടിക്കൂട്ടം അവതരിപ്പിച്ച അക്ഷരശ്ലോക സദസ്സ്, തുടർന്ന് ഭക്തിഗാനമേള തുടങ്ങിയ പരിപാടികൾ നടന്നു. താലപ്പൊലി ദിവസമായ ശനിയാഴ്ച മഹാഗണപതി ഹോമം, പ്രസാദഊട്ട്, കേളി, പുറത്തെഴുന്നള്ളത്ത്, മേളത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ്, ഇരട്ടത്തായമ്പക എന്നിവ അരങ്ങേറും. സമാധിയിൽ കഴിക്കുമെന്റെ ജീവിതം हिंदू जगे तो विश्व जगेगा, मानव का विश्वास जगेगा, भेद भावना तमस हटेगा. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് നഗരസഭയുടെ കരട് പദ്ധതി ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലും കല്ലുകെട്ടി. കരട് പദ്ധതി തന്നെ അറിയിച്ചില്ലെന്ന് കോൺഗ്രസുകാരനായ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ചോദ്യം ചെയ്തതോടെ യോഗം പിരിച്ചുവിട്ട് ചെയർമാൻ ഇറങ്ങിപ്പോയി. ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് CPM-ഉം BJP. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ജനപിന്തുണ കിട്ടൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പറഞ്ഞ വാക്ക് പാലിച്ചതാണ് ഇടതുപക്ഷത്തിന്റെ ശീലമെന്നും ബിനോയ് വിശ്വം. ഒറ്റപ്പാലത്ത് ജൽജീവൻ പദ്ധതിയിൽ ഉപയോഗിക്കാത്ത കണക്ഷനുകൾക്കും അധിക വെള്ളക്കരം വന്ന സംഭവം. മലബാർ ന്യൂസ് വാർത്തയെ തുടർന്ന് ജല അതോറിറ്റിയുടെ ഇടപെടൽ. ഉപഭോക്താക്കളോട് ജല അതോറിറ്റിയെ സമീപിക്കാൻ നിർദ്ദേശം. തട്ടകങ്ങൾക്ക് നിറച്ചാർത്തായി ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. 25 ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പ് കാഴ്ച വിരുന്നായി. മുംബൈയിൽ നടന്ന ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനവുമായി കേരളത്തിന്റെ മിന്നും പ്രകടനം. 23 സ്വർണ്ണമടക്കം 41 മെഡലുകൾ വാരിക്കൂട്ടി കേരള താരങ്ങൾ. തുണയായത് മലപ്പുറത്തെയും പാലക്കാട്ടെയും വിദ്യാർത്ഥികളുടെ പ്രകടനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.